Happy birthday to me, happy birthday to me, happy birthday dear Krishna, happy birthday to me. Thank you so much. ഇന്നത്തെ ദിവസം ഓർത്തിരുന്ന എല്ലാവർക്കും താങ്ക് യു. നിങ്ങൾ ഈ വീഡിയോ കണ്ടുവരുമ്പോഴേക്കും മോസ്റ്റ്ലി ഓഗസ്റ്റ് 20th ഈ വർഷത്തിന്റെ ബർത്ത്ഡേ കഴിഞ്ഞിട്ടുണ്ടാവും. ഇനി ഇത് കണ്ടു കഴിഞ്ഞിട്ട് ബർത്ത്ഡേ വിഷ് അറിയിക്കുന്നവർക്ക് അഡ്വാൻസ് താങ്ക് യു. ഞാൻ എന്റെ പിറന്നാളാണ് കൂടുതൽ സെലിബ്രേറ്റ് ചെയ്യാറ്, അല്ലെങ്കിൽ ചെയ്തിട്ടുള്ളത് എന്ന് പറയുന്നത് കുറച്ചും കൂടി ഭംഗിയെന്ന് തോന്നുന്നു. രാവിലെ നേരത്തെ എണീക്കുക, കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി തൊഴുക, അതൊക്കെയാണ് രാവിലത്തെ പരിപാടികൾ. ഉച്ചയ്ക്ക് ഒരു പിറന്നാൾ സദ്യ ഒക്കെ ഉണ്ടാവും. നമ്മള് വിളക്കൊക്കെ കൊളുത്തി ഗണപതിക്കൊക്കെ ഇല വെച്ചിട്ട് സദ്യ വെക്കും. ഉച്ചയ്ക്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും ഫാമിലി എല്ലാവരും ഒരുമിച്ച് കൂടും. ചെറിയൊരു പിറന്നാൾ സദ്യ, പിറന്നാൾ വട്ടം, അങ്ങനെ വിപുലമായ കുറേ ഐറ്റംസ് അല്ല, വളരെ കുറച്ച് ഐറ്റംസ് ഒക്കെ നമ്മൾ വിളക്കൊക്കെ കൊളുത്തി വെച്ച് ഗണപതിക്കും വച്ചതിന് ശേഷം ഉച്ചയ്ക്ക് നമ്മൾ സദ്യ ഉണ്ണുക. സദ്യ പിറന്നാൾ സദ്യ എന്ന് തന്നെയാ പറയാ. അധികം വട്ടങ്ങളൊന്നും ഇല്ലെങ്കിൽ പോലും പലകയിൽ കിഴക്കോട്ട് തിരിഞ്ഞിരുന്ന് ചന്ദനമൊക്കെ കുറിയിട്ട് കറുകമാലയൊക്കെ ചൂടി കണ്ണൊക്കെ എഴുതി അങ്ങനത്തെ ഒരു ടിപ്പിക്കൽ ഒരു പിറന്നാൾ സദ്യ എന്നൊക്കെ പറയണ ആ ഒരു രീതിക്ക് അങ്ങനെയൊക്കെയായിരുന്നു. എല്ലാവരും കൂടും. പായസം വെച്ചാൽ അങ്ങനെ സ്പെഷ്യൽ പായസം ഒന്നും ഉണ്ടാവാറില്ല. അമ്പലത്തിലെ വഴിപാട് പായസമാണ്, അതാണെങ്കിൽ എനിക്ക് ഇഷ്ടമല്ല. പിന്നെ അത് കഴിഞ്ഞാൽ മൂന്നും കൂട്ടുണ്ടോർക്ക് മൂന്നും കൂട്ടാം, മുറുക്കണ്ടോർക്ക് മുറുക്കാം, അതിനുള്ള സെറ്റപ്പുകളും ഉണ്ടാവും. അങ്ങനെയൊക്കെയുള്ളൊരു പിറന്നാള് ആഘോഷമൊക്കെ ആയിരുന്നു. എനിക്ക് തോന്നുന്നു ഒരു ഹൈസ്കൂൾ കാലയളവ് ഒക്കെ ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞു, ഇനി പിറന്നാൾ സെലിബ്രേഷൻ ആയിട്ട് എല്ലാരെയും വിളിച്ച് അങ്ങനെ വേണ്ട. കാരണം മിക്കവാറും നമുക്ക് ക്ലാസ് ഉണ്ടാവും. അപ്പൊ നമ്മൾ സ്കൂളിൽ പോകുമ്പോൾ എല്ലാവരും കൂടുന്നു. അപ്പൊ ഇനിയിപ്പോ അങ്ങനെ വേണ്ട, നമുക്കല്ലാതെ ചെയ്യാമെന്ന് പറഞ്ഞിട്ട് പിന്നെ അങ്ങനെ ആ ഒരു ചടങ്ങായിട്ട് അങ്ങനെ എല്ലാ വർഷവും അങ്ങനെയൊക്കെ തന്നെയുള്ളൂ. അല്ലാതെ വലിയൊരു ആഘോഷം പരിപാടിയൊന്നുമില്ല. പിന്നെ നമ്മൾ ഈ സ്കൂളിലും കോളേജിലൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ കൂടെ നിൽക്കുന്നവർക്കൊക്കെ നമ്മുടെ ബർത്ത്ഡേ ആയിരിക്കും കുറച്ചും കൂടി അറിയണ്ടാവാലോ. അപ്പൊ അവരൊക്കെ വിഷ് ചെയ്യണതും ഒക്കെ ബർത്ത്ഡേക്ക് ആയിരുന്നു. എനിക്ക് തോന്നുന്നു എന്റെ ആദ്യമായിട്ട് ഞാൻ കേക്ക് കട്ട് ചെയ്യണത് 2017 അത് എന്റെ ബർത്ത്ഡേക്കല്ല, ബർത്ത്ഡേയുടെ പിറ്റേ ദിവസമാണ്. എന്നാൽ പോലും ഒരു ബർത്ത്ഡേ കേക്ക് എന്നുള്ള രീതിയിൽ ഞാൻ ആദ്യമായിട്ട് ഒരു കേക്ക് കട്ട് ചെയ്യണത് 2017 താങ്ക് യു ആരു. എനിക്ക് അന്ന് കേക്ക് കട്ട് ചെയ്തപ്പോ കൈയൊക്കെ വിറച്ചത് ഇപ്പോഴും എനിക്ക് ഓർമ്മയുണ്ട്. പിന്നെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോ എനിക്ക് തന്നെ ഒരു ബോധോദയം ഉദിച്ചു. എനിക്ക് ഇപ്രാവശ്യത്തെ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യണം എന്ന് വെച്ചിട്ട് പിള്ളേരെ ഇൻവൈറ്റ് ചെയ്തു. പിന്നെ ഒരു തൊപ്പി പേപ്പർ കൊണ്ട് തന്നെ ഞാൻ ഉണ്ടാക്കി, അത് വെച്ചു. പിന്നെ ഒരു കേക്ക് മേടിക്കാൻ പോവാം എന്ന് വിചാരിച്ചിരുന്നപ്പോഴേക്കും അമ്മ സർപ്രൈസ് പൊളിച്ചു. കാരണം സർപ്രൈസ് ആയിട്ട് ഏടത്തി മേടനും കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ മേടിക്കാൻ പോവാന്ന് പറഞ്ഞപ്പോ തന്നെ ആ സർപ്രൈസ് പൊളിഞ്ഞു. അപ്പൊ അങ്ങനെ പിന്നെ എല്ലാരും കൂടി ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പാടി കേക്കൊക്കെ കട്ട് ചെയ്തു. മെഴുകുതിരി ഊതിക്കെടുത്തുന്നതിനോട് എനിക്ക് താല്പര്യം ഇല്ലാത്തതുകൊണ്ട് മെഴുകുതിരി കൊളുത്തി വെച്ചിട്ട് തന്നെയായിരുന്നു ആ ഒരു കേക്ക് കട്ടിങ് കാര്യങ്ങൾ. പ്രകാശം പരക്കട്ടെ. അപ്പൊ അങ്ങനെയുള്ള ഒരു ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു രണ്ടാമതുണ്ടായിരുന്നത്. ആൻഡ് ദിസ് ഇസ് ദ തേർഡ് ടൈം. ആക്ച്വലി ജൂൺ അവസാനം ഒക്കെ തുടങ്ങി ഞാൻ ഇങ്ങനെ പ്ലാൻ ചെയ്തു തുടങ്ങി, എനിക്ക് എന്റെ ബർത്ത്ഡേ പ്രാവശ്യം സെലിബ്രേറ്റ് ചെയ്യണം. അങ്ങനെ എല്ലാ വർഷവും സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു കാര്യമല്ല. അപ്പൊ എനിക്ക് ദിസ് ടൈം എനിക്ക് ഒന്ന് സെലിബ്രേറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. അപ്പൊ ഞാൻ ആദ്യം എല്ലാവരോടൊക്കെ പറഞ്ഞു സെലിബ്രേറ്റ് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്യാം. അവസാനം അതൊക്കെ ക്യാൻസൽ ചെയ്തു. പ്ലാൻ ABCD അങ്ങോട്ട് നിരത്തി, അതൊന്നും ഒരു പ്ലാൻ അവസാനം ചൂസ് ചെയ്യേണ്ടി വന്നു. ഇന്നത്തെ ഒരു കുഞ്ഞു സെലിബ്രേഷൻ ആണ്, ഭയങ്കര വലിയ സെലിബ്രേഷൻ എന്നൊന്നും പറയില്ല, പക്ഷെ ഇറ്റ്സ് ക്ലോസ് ടു മൈ ഹാർട്ട്. എന്നെ സംബന്ധിച്ച് എനിക്കത് ഒരു വലിയ സെലിബ്രേഷൻ തന്നെയാണ് കേട്ടോ. ഇന്നത്തെ സെലിബ്രേഷൻ എങ്ങനെയായിരുന്നു എന്നുള്ളത് ഞാൻ പറയാം. ജസ്റ്റ് 1-2 ക്ലിപ്പുകളും കൂടി ആഡ് ചെയ്തിട്ട് ഞാൻ കാണിക്കാം. സോ ബിഫോർ ദാറ്റ് എനിക്ക് ഇന്ന് കിട്ടിയ ഗിഫ്റ്റ് ഞങ്ങൾക്ക് കാണിച്ചു തരാം. സോ ആദ്യത്തെ ഒരു ഗിഫ്റ്റ് ഞാൻ കാണിച്ചു തരുന്നത് ഈ ഒരു ഔട്ട്ഫിറ്റ് ആണ്. നിങ്ങൾക്കത് മുഴുവൻ കാണാൻ പറ്റുന്നുണ്ടാവില്ല അല്ലെ, ഇതൊരു ഉടുപ്പാട്ടോ. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ ആഡ് ചെയ്തേക്കാം. ഓക്കെ, ഇനി അടുത്ത ഗിഫ്റ്റ് കാണിച്ചു തരാം. വേദസ്പർശത്തിന്റെ കാജലും ലിപ് ബാമും ആണ്. പ്രമോഷൻ അല്ല, നോക്കണ്ട. അടുത്ത ഗിഫ്റ്റ് ഈ ഒരു വാട്ടർ ബോട്ടിലാട്ടോ. ക്യൂട്ട്, നല്ല രസമല്ലേ? മറ്റേ 1 ലിറ്ററിന്റെ ഒരു വാട്ടർ ബോട്ടിലാണ്.
നിങ്ങൾ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനൊരു സത്യം പറയട്ടെ, ഞാൻ അധികം വെള്ളം കുടിക്കണ ഒരാൾ അല്ല. അധികം എന്നല്ല, വേണ്ടതുപോലും ഞാൻ കുടിക്കാറില്ല എന്ന് ഞാൻ വേണമെങ്കിൽ പറയും. എന്താന്ന് വെച്ചാ, ഒരു ദിവസം ഞാൻ ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ തന്നെ എനിക്ക് കഷ്ടപ്പാടാ. ചില ദിവസം ഞാൻ വെള്ളം കുടിക്കാറില്ല. തള്ളാന്ന് നിങ്ങൾ പറഞ്ഞാലും ശരി, സത്യമാണ്. എന്റെ അമ്മോടൊക്കെ ചോദിച്ചാൽ അറിയാം. അതുകൊണ്ട് ഇറ്റ്സ് വെരി യൂസ്ഫുൾ. ഇന്നിപ്പോ ഞാൻ ഈ 1 ലിറ്ററിന് ഇനിയിപ്പോ ഇത്രയും കൂടി ബാക്കിയുള്ളൂ. ഇത് ഉദ്ഘാടിച്ചു കേട്ടോ ഇന്ന് തുടങ്ങി. ഇതിൽ കൂടുതൽ 1 ലിറ്റർ കൂടുതൽ. അപ്പം ഞാനിപ്പോ എന്തായാലും ഓൾറെഡി 1 ലിറ്റർ കൂടുതൽ കുടിച്ചിട്ടുണ്ട്. ഇത് ഞാൻ ഇപ്പൊ കുടിച്ച് തീർക്കാൻ പറ്റുമോ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം, ഇല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് കുടിച്ച് തീർക്കാം. എന്തൊരു കഷ്ടപ്പാടേ. എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ ഞാൻ വെള്ളം കുടിക്കുന്ന സമയങ്ങള് കഠിന അധ്വാനം ചെയ്തിട്ടുള്ള, ഫിസിക്കലി കഠിന അധ്വാനം ചെയ്തിട്ടുള്ള ദിവസങ്ങളും വല്ല പനി അങ്ങനെയൊക്കെ വന്നിട്ട് നമുക്ക് മരുന്നുകൾ ഉണ്ടാവുമല്ലോ 3 നേരമൊക്കെ, അങ്ങനെയൊക്കെയുള്ള ദിവസങ്ങളിലാണ് ഞാൻ എന്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ വെള്ളം കുടിച്ചിട്ടുള്ളത്. അതല്ല ഒരു 2 ലിറ്റർ 2.5 ലിറ്റർ വെള്ളം കുടിച്ച ഒരു ദിവസം ഉണ്ടായിട്ടുണ്ട്. ഓഹോ, ഓർമ്മിപ്പിക്കല്ലേ പെണ്ണേ. കിട്ടുന്നില്ലല്ലോ. ഒന്ന് തുറന്നു നോക്കട്ടെ എന്താ അവസ്ഥ. തുള്ളിയും കൂടി ഇങ്ങനെ ഓടി. തുളസിയുടെ ഇലയിട്ടുണ്ടായിരുന്നു, കാണില്ലല്ലോ എന്ന് വെച്ച് ഞാൻ തപ്പിക്കൊണ്ടിരിക്കുക. ഞാൻ അറിയാതെ കുടിച്ചു പോയോന്ന് വിചാരിച്ചു, പക്ഷെ വായിലേക്കൊന്നും കിട്ടിയതുമില്ല. അങ്ങനെ 1 ലിറ്റർ ചാലഞ്ച് ഇന്നത്തെ ദിവസം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. കുറേശ്ശെ 1 ലിറ്റർ പറ്റുമോ എന്നറിയാൻ ഇന്നൊന്നും ഞാൻ ശ്രമം നടത്തിയതാ. പറ്റി, കുഴപ്പമൊന്നും ഉണ്ടായില്ല. 1 ലിറ്റർ കൂടുതൽ ഞാൻ കുറച്ചും കൂടി ഞാൻ കുടിച്ചിട്ടുണ്ടെന്ന്. നിങ്ങൾ കണ്ടിന്യൂ ചെയ്യണം. ഗ്രാജുവലി എനിക്കൊരു 2 ലിറ്റർ വെള്ളത്തിലേക്കെങ്കിലും എത്തിക്കണം ഡെയിലി എന്നുള്ളത്. അതിന് തുമ്പി കൊണ്ട് കല്ലെടുപ്പിക്കാൻ പറ്റുമാ, എന്നാലും നോക്കാം. ഇനി അടുത്ത ഗിഫ്റ്റ് കാണിച്ചതാ. അടുത്തൊരു ഗിഫ്റ്റ്, ഏറ്റവും പ്രിയപ്പെട്ട എന്നോട് ഈ ഒരു പുസ്തകമാണ് കിട്ടിയ വേറൊരു ഗിഫ്റ്റ്. ഐ തിങ്ക് ഇത്രയും ഗിഫ്റ്റുകളൊക്കെയാണ് എനിക്ക് കിട്ടിയെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങളെല്ലാം വിട്ടുപോയിണ്ടോ എന്ന് എനിക്കറിയില്ല. എനിവേസ് ഇതൊക്കെ ആരാ തന്നേന്നും കൂടി പറയണല്ലോ. അപ്പൊ ഇത് ആരൊക്കെയാ തന്നേന്നും കൂടി ഞാൻ പറയാം. ഈ ഒരു ഉടുപ്പ് എനിക്ക് ഗിഫ്റ്റ് ചെയ്തത് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരാളാണ്. ഞാൻ തന്നെ. ഇനി വലിച്ചു നീട്ടുന്നില്ല. ഈ കാണിച്ച ഗിഫ്റ്റുകളൊക്കെ ഏറ്റവും പ്രിയപ്പെട്ട എനിക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണ്. എങ്ങനെയുണ്ട്, കൊള്ളാമോ? ഇനിയും വേറെ വന്നിട്ടൊരു സാധനം ഉണ്ടായിരുന്നു ആക്ച്വലി, പക്ഷെ അത് ഞാൻ കുറച്ച് നാളായിട്ട് ഉപയോഗിച്ച് തുടങ്ങിയ സ്ഥിതിക്ക് ഞാൻ കാണിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. താങ്ക് യു സോ മച്ച് കൃഷ്ണ, ഐ ലവ് യു. ഇറ്റ്സ് മൈ ബർത്ത്ഡേ. അതുപോലെ വേറെ 2 പേരും കൂടി ബർത്ത്ഡേ ആണെന്ന്. എന്റെ അച്ഛന്റെ അമ്മയുടെ അച്ഛൻ പിന്നെയും അച്ഛനായ ഒരു ദിവസം, അമ്മ പിന്നെയും അമ്മയായ ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇറ്റ്സ് ഹാപ്പി ബർത്ത്ഡേ ടു us. ആക്ച്വലി അവർക്ക് എന്തെങ്കിലും, അതായത് നമുക്ക് എല്ലാവർക്കും സന്തോഷം തരുന്ന എന്തെങ്കിലും ഒരു കാര്യം, അവര് സർപ്രൈസ് ആണ് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാം എന്നെനിക്ക് ഉണ്ടായിരുന്നു. ട്രാവലിംഗ്, നമുക്ക് 3 പേർക്കും ട്രാവൽ ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതും നമ്മൾ ഇതിനു മുന്നേ പോയ സ്ഥലത്ത് ഒരിക്കൽ കൂടി പോകണമെന്ന് ഞങ്ങൾക്ക് 3 പേർക്കും ഭയങ്കര ആഗ്രഹമുണ്ട്. അപ്പൊ ഞാൻ ഓർത്തു, ഓക്കെ എന്നാ ആ സ്ഥലം തന്നെ സെറ്റാക്കാം, ട്രെയിൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ട് സർപ്രൈസ് ആയിട്ട് കൊണ്ടു കൊടുക്കാം എന്നുള്ളതായിരുന്നു എന്റെ പ്ലാൻ. പക്ഷേ അത് ഫ്ലോപ്പ് ആയി ഗൈസ്. വേറെ ഒന്നുമല്ല, ഇൻ ബിറ്റ്വീൻ കുറച്ച് ദിവസങ്ങൾക്ക് മുന്നേ അതേ സ്ഥലത്തേക്ക് യാത്ര പോകണ എന്റെ ചർച്ച സജീവമായി. അപ്പോൾ ആ പ്ലാൻ പൊളിഞ്ഞു ആക്ച്വലി. എന്നാലും ഞങ്ങൾ ആ ഒരു ട്രിപ്പ് പോകുന്നുണ്ട്. പക്ഷെ ഇതായിരുന്നു എന്റെ പ്ലാൻ എന്ന് ഞാൻ അച്ഛനോടും അമ്മോടും ഞാൻ പറഞ്ഞില്ല. പിന്നെ ഞാൻ ആലോചിച്ചു, ഇനിയിപ്പം വേറെ എന്താ ചെയ്യാ, എന്തെങ്കിലും സാധനം നിങ്ങൾ ആവശ്യമുള്ളത് ഉണ്ടാവും, അതങ്ങനെ എന്തെങ്കിലും മേടിച്ചു കൊടുക്കാൻ വെച്ചു. പക്ഷെ അതൊക്കെ പിന്നെ നമ്മൾ എപ്പോഴും ചെയ്യണം കുറച്ച് കാര്യങ്ങളൊക്കെ തന്നെയല്ലേ. അങ്ങനെ എപ്പോഴും ചെയ്യാത്ത
എന്തെങ്കിലും കാര്യങ്ങൾ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള, സർപ്രൈസ് ആവാൻ സാധ്യതയുള്ള അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. എന്നിട്ട് ചെയ്തതോ 1-2 കാര്യങ്ങൾ എന്റെ മനസ്സിലുണ്ടായിരുന്നു, പക്ഷെ എല്ലാം ഒന്നും എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റിയില്ല കേട്ടോ. ഒന്നാമത്തെ കാര്യം എന്താ വെച്ചാൽ, ഞാൻ ഓൾറെഡി കുറച്ച് ദിവസമായിട്ട് സിനിമയ്ക്ക് പോണം എന്ന് പറഞ്ഞിരിക്കായിരുന്നു. അച്ഛനും കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർക്ക് ഞാൻ കൊണ്ടുപോകണ സിനിമയൊന്നും ഇഷ്ടപ്പെടാറില്ല പൊതുവെ. അപ്പോൾ ഞാൻ യൂഷ്വലി ഒറ്റയ്ക്ക് പോവാറുണ്ട്. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ ഭയങ്കര ഇഷ്ടമാണ് സിനിമയ്ക്ക്. അപ്പൊ അമ്മ പറയേ, നീ ഒറ്റയ്ക്ക് പോകണ്ട, നമുക്ക് 20-ാം തീയതി നമുക്ക് ഒരുമിച്ച് പോവാന്ന് അമ്മ കുറച്ചു ദിവസം മുന്നേ പറഞ്ഞുകൊണ്ട് ഞാൻ അതിൽ കയറി പിടിച്ചു. നമുക്ക് സിനിമയ്ക്ക് എന്തായാലും പോവാന്ന് പറഞ്ഞിട്ട്. അപ്പൊ ഏത് സിനിമയാ എന്താണെന്നൊന്നും ഇവർക്ക് അറിയില്ല, അവിടെ ചെന്നതിന് ശേഷമാണ്. ആൻഡ് സ്പോട്ടും ആക്ച്വലി ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായില്ല, പക്ഷെ ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്തേക്കാണ് പോണേന്ന്. ഇതുവരെ പോവാത്ത ഒരു സ്ഥലത്തേക്കാണ്, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്യാത്ത ഒരു എക്സ്പീരിയൻസും കൊടുക്കാം എന്നാണ് എന്റെ മനസ്സിലുണ്ടായിരുന്നത്. അവർക്ക് വലിയ താല്പര്യമൊന്നുമില്ലാത്ത കാര്യമാണ്. എന്നാൽ പോലും എടപ്പള്ളി ലുലു മോളില് എന്റെ അച്ഛനും ഇതുവരെ പോയിട്ടില്ല. ഇത്രയും വർഷമായി അവിടെ ലുലു മോൾ വന്നിട്ട് ആലുവയിൽ അത്ര ദൂരം പോലും ഇല്ല ലുലുവിലേക്ക്. എന്നാൽ പോലും ഇതുവരെയ്ക്കും അവരവിടെ പോയിട്ടില്ല. അപ്പൊ ഐ ഗുഡ് ഓപ്ഷൻ. ഒരു 12 മണിയോട് അടുപ്പിച്ച് ഞങ്ങള് എടപ്പള്ളി എത്തി. നേരെ ശരവണ ഭവനിൽ പോയി. എടപ്പള്ളി ശരവണ ഭവൻ അച്ഛനമ്മൻ ചോറുണ്ടു. ഞാൻ മസാല ദോശ കഴിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ലുലുവിലേക്ക് പോയി. ഞാൻ ആദ്യം ബുക്ക് ചെയ്യാൻ നോക്കിയിരുന്നു, പക്ഷെ അതെന്തോ ഫെയിൽ ആയി പോയായിരുന്നു. അതുകൊണ്ട് പിന്നെ ഞാൻ നോക്കിയപ്പോ സീറ്റ് അവൈലബിൾ ആണ്. വർക്കിംഗ് ഡേ ആയതുകൊണ്ട് എന്തായാലും ചെന്ന് കഴിഞ്ഞാൽ കിട്ടേണ്ടതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് രണ്ടും കൽപ്പിച്ച് നമ്മൾ നേരെ ചെന്നു. ടിക്കറ്റ് എടുത്തു. നേരെ സുമതി വളവ് കണ്ടു. എനിക്കറിയായിരുന്നു അച്ഛനമ്മയ്ക്ക് ഇഷ്ടപ്പെടില്ലാന്ന്, പക്ഷെ എന്റെ ആ ഒരു മുൻവിധിയെ തകിടം മറിക്കും വിധം അവർക്ക് സിനിമ ഇഷ്ടപ്പെട്ടു. എന്ന് വെച്ചാൽ ഒരാഴ്ചയെങ്കിലും തിയേറ്ററിൽ പോയി കാണാം എന്നുള്ള ഒരു ഫീൽ അവർക്കുണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ, എനിക്ക് സിനിമ, ഞാൻ ആക്ച്വലി ഹൊറർ മൂവി, ഒരു കോമഡി ഹൊറർ മൂവി ആയതുകൊണ്ട് തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യണം എന്ന് അതിയായി ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. സിനിമയെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് തമാശകളുണ്ട്. ഭയങ്കര പേടി തോന്നിപ്പിക്കുന്ന നിമിഷങ്ങൾ എനിക്ക് ഫീൽ ചെയ്തില്ല. പക്ഷെ നമ്മള് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഇവിടെ എന്തെങ്കിലും സംഭവിക്കാമെന്ന് നമുക്ക് ഫീൽ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എനിക്ക് ഇങ്ങനെ ഭയങ്കരമായിട്ടും അങ്ങനത്തെ പേടി തോന്നിക്കുന്ന സംഭവങ്ങളൊന്നും തോന്നിയില്ല. പക്ഷെ ഒരു ഹൊറർ മൂഡ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനൊക്കെ പറ്റിയിട്ടുണ്ട്. പക്ഷെ ചില കുറച്ച് ഷോട്ടുകളൊന്നും ഭയങ്കര ഒരു നാച്ചുറൽ ഫീലിംഗ് തോന്നില്ല. എസ്പെഷ്യലി മലയാളി ഓഡിയൻസ് ആകുമ്പോഴത്തേക്കും നമ്മൾ ഒരു നാച്ചുറാലിറ്റിയുടെ ആൾക്കാരാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു റിയലിസ്റ്റിക് ഫീലിംഗ് തോന്നാത്ത ചില ഷോട്ടുകളോ അല്ലെങ്കിൽ സീനുകളൊക്കെ ഉണ്ടായിരുന്നു. ഷോട്ടുകളൊക്കെ ഉണ്ടായിരുന്നു എന്ന് മാത്രം. അതർവൈസ് ഒരു എന്റർടൈനിങ് സിനിമ തന്നെയായിരുന്നു കേട്ടോ. നമുക്ക് ഒരു പ്രാവശ്യം തിയേറ്ററിൽ പോയി എക്സ്പീരിയൻസ് ചെയ്ത് തോന്നിച്ച് പൈസ പോയി എന്നൊന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. സിനിമ കണ്ടു കഴിഞ്ഞിട്ട് നേരെ ഫുഡ് കോർട്ടിൽ പോയിട്ട് പാവ് ബജി കഴിച്ചു. ചായക്ക് 49 രൂപ എന്ന് കണ്ടപ്പോ അച്ഛൻ പറഞ്ഞു, ഞാൻ പുറത്തുനിന്നാ കുടിക്കണേ, എനിക്ക് ഇവിടുന്ന് വേണ്ട ഇത് പറഞ്ഞു. പിന്നെ നമ്മൾ അവിടുത്തെ ലുലുന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് യാത്രക്ക് പോവാൻ ഉള്ള കുറച്ച് ഷോപ്പിംഗ് പരിപാടികൾ ഉണ്ടായിരുന്നു. യാത്ര ഇങ്ങോട്ടാണ് എന്ന് ചോദിക്കേണ്ട സർപ്രൈസ്. അപ്പൊ അങ്ങനെ ഷോപ്പിംഗും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ തിരിച്ച് വീട്ടിലേക്ക് തന്നെ വന്നു. അപ്പൊ ഇങ്ങനെ ഒരു കുട്ടി ബർത്ത്ഡേ സെലിബ്രേഷൻ ആയിരുന്നു. ആൻഡ് ഓർത്ത് വെച്ച് കുറച്ചുപേരെങ്കിൽ കുറച്ചുപേര് വിഷ് ചെയ്തു. ആൻഡ് മൈൻഡപ്പ് ചെയ്യാണ്, വല്ലാണ്ട് വലിച്ചു നീട്ടണില്ല. ഇന്ന് ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്ത എല്ലാവർക്കും ഹാപ്പി ബർത്ത്ഡേ ഫ്രം ദ ബോട്ടം ഓഫ് മൈ ഹാർട്ട്. ഇനിയുള്ള എല്ലാ ബർത്ത്ഡേസും നിങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ളതായിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു.